ലക്കി ബോയിൽ ആദ്യത്തെ വിന്നർ നമ്മൾ 7 പേർക്കും ഗോൾ പോയിന്റ്സ് ആണ് നൽകുന്നത്. അടുത്ത വിന്നർ ആണോ കേൾക്കുകയാണോ സിബിച്ചേന്റെ മൊബൈൽ നമ്പർ അവസാനിക്കുന്നത് 761. ഇതുവരെയുള്ള നമ്പറൊക്കെ ശരിയാണോ? കഴിഞ്ഞ മാസം 19-ന് പാലയിലെ ഒരു ഉദ്ഘാടനത്തിന് നമ്മുടെ ഹണി റോസ് ചേച്ചി വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. പിന്നെ ഇത് നീലക്കുയിൽ എന്ന് പറഞ്ഞ ചാനലിൽ വന്നതാണ്. നീലക്കുയിലിൽ മാത്രമല്ലടെ ഈ വീഡിയോ വന്നിരിക്കുന്നത്, വേറെ പല ചാനലിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നീലക്കുയിലിന്റെ മാത്രം നെഞ്ചത്തോട്ട് ആരും കേറാൻ പോകണ്ട, വേറെ പല ചാനലിലും ഞാൻ കണ്ടതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് രാവിലെ തൊട്ട് ഒരു വാർത്ത കിടന്ന് കറങ്ങുന്നുണ്ട്. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞു കാണുമായിരിക്കും. ഇന്ന് രാവിലെ നമ്മുടെ ഹണി റോസ് ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു പോസ്റ്റർ അങ്ങോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റർ കുറച്ചു മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ അവരൊരു വാർത്തയൊക്കെ ആയിട്ട് അടിച്ചു വിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ആ പോസ്റ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിച്ചു തരാം. എന്നിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അമർഷവും പ്രതിഷേധവുമാണ് സിനിമാ താരം ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. വ്യക്തിയുടെ പേര് പറയുന്നില്ല, പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായി ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ ചില രീതിയിൽ നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇത്തരത്തിലുള്ള അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് ആസ്വദിക്കുന്നത് എന്താണെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതല്ല. ആ വ്യക്തി എന്നെ ഒരു ചടങ്ങിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ വിസ്മതം പ്രകടിപ്പിച്ചു. അതിനുള്ള പ്രതികാരമാണ്. ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുന്നു, എല്ലായിടത്തും സ്ത്രീത്വത്തെ അപമാനിക്കുന്നു, എന്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുന്നു എന്നുള്ള രീതിയിലുള്ള കടുത്ത വിമർശനവും ഇതിലുള്ള എതിർപ്പും കാണിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികമായി ഉദ്ദേശത്തോടെ സംസാരിക്കുകയാണെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഏതാണ് വകുപ്പുകൾ എന്നുള്ള കാര്യം കൂടി ഹണി റോസ് വിളിച്ചു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരം വ്യക്തിപരമായ മാനസിക വേദനകളുടെ കുലമ്പലുകളെ കുറ്റത്തോടെ അവഗണിക്കാനുള്ള പതിവ്. പക്ഷേ ഇത് തീരില്ല, ഇതിന്റെ പ്രതികരണ ശേഷി തനിക്കുണ്ടെന്ന് കാണിക്കുകയെന്ന് പറയുന്നു. നമ്മൾ ഹണി റോസ് സംസാരിച്ചിരുന്നു. ഇത് ഈ രീതിയിൽ ആ വ്യക്തി ഇനിയും വിമർശനം തുടരുകയാണെങ്കിൽ പോലീസിൽ പരാതി നൽകും, കടുത്ത നടപടി സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഹണി റോസ്. ഇനി നമ്മുടെ ഹണി റോസ് ചേച്ചി രാവിലെ ഇട്ടിരിക്കുന്ന പോസ്റ്റർ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വെച്ച് തരാം. അപ്പം ഏഷ്യാനെറ്റ് ന്യൂസിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഹണി ചേച്ചി എഴുതി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല. പിന്നെ ചേച്ചി ആരുടെയും പേരവിടെ പരാമർശിക്കുന്നില്ല. മറ്റേ കുത്താതെ കുത്തി അങ്ങ് പോയിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് കേൾക്കുമ്പോ എല്ലാരും കൂടെ വിചാരിക്കും ഞാൻ നമ്മുടെ ബോച്ചേണ്ണനെ എടുത്തങ്ങോട്ട് വലിച്ചു കയറി ഉടുക്കാൻ പോവാണെന്ന്. ബോച്ചേണ്ണനെ കൊടുക്കാം, പക്ഷെ അതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എവിടെയായിരുന്നു ഹണി ചേച്ചി ഇത്രയും കാലം ഇതൊന്നും വാ തുറന്ന് പുറത്തേക്ക് പറയാതെ അല്ലെങ്കിൽ എഴുതി വെക്കാതെ എവിടെയായിരുന്നു ഇത്രയും കാലം? അതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. കാരണം ഈ ബോച്ചേണ്ണൻ ഹണി ചേച്ചിക്കെതിരെ സംസാരിക്കാനും കളിയാക്കാനും കുഞ്ഞു മാറി നിന്ന് കുത്താനും തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ 1 മാസങ്ങൾക്ക് മുമ്പോ 2 മാസങ്ങൾക്ക് മുമ്പോ അല്ല. ഓക്കെ, അത് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെ വീഡിയോകളൊക്കെ കാണുന്ന, ഇവരുടെ ഇനാഗുറേഷൻസ് ഒക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. കുറച്ചു മുമ്പ് തന്നെ ഈ പരിപാടി എണ്ണം തുടങ്ങിയിട്ടുണ്ടേ. എന്തായിരുന്നു ഹണി ചേച്ചി അന്നൊന്നും എഴുതിയിടാഞ്ഞത്, ഇല്ലെങ്കിൽ വാ തുറക്കാഞ്ഞത്? ചേച്ചിയുടെ റൈറ്റിംഗിലുണ്ട്, ചേച്ചിക്ക് അടുത്തറിയാവുന്ന ആളുകളൊക്കെ ചേച്ചിയോട് ചോദിക്കുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ ഇത് എഴുതിയിടുന്നതെന്ന്. ചേച്ചി, ഇത് ഇന്നോ ഇന്നലെയാണോ നിങ്ങളോട് ആളുകൾ ചോദിക്കാൻ തുടങ്ങിയത്? അന്ന് നിങ്ങൾ ഈ ഇനാഗുറേഷനുമായി ബോച്ചയായി കറങ്ങുന്ന സമയത്ത് തന്നെ കമന്റ് ബോക്സുകളിലൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്നും മിണ്ടിയില്ല. ഇന്നെന്തിനാ ചേച്ചി വന്ന് വാ തുറന്നത്? അതിന് എനിക്കൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അത് ഞാൻ ആദ്യമേ അങ്ങ് പറയാം. അല്ലെങ്കിൽ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ മാസം 19-നായിരുന്നു ഒരു ഇനാഗുറേഷൻ ഇപ്പൊ ലാസ്റ്റ് ചേച്ചി അറ്റൻഡ് ചെയ്തത്. അതിനുശേഷം ചേച്ചിക്ക് ഇനാഗുറേഷൻസ് ഒന്നുമില്ല. പ്രത്യേകിച്ച് ചേച്ചിയുടെ പടങ്ങളൊന്നും ഈ അടുത്ത് ഉണ്ടോ എനിക്കറിയത്തില്ല. അങ്ങനെ ഗംഭീര സിനിമകൾ മറ്റേ പുറകെ ചേച്ചിക്ക് അങ്ങനെ പടങ്ങളൊന്നും എന്റെ അറിവിൽ ഇല്ലടേ. അതുകൊണ്ട് തന്നെ ഇനാഗുറേഷൻസ് ആണ് കൂടുതൽ. പക്ഷെ വേറെ ചില ആളുകൾ ഫീൽഡിൽ വന്നതിന് ശേഷം ചേച്ചിക്ക് ഇനാഗുറേഷൻസ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സിനിമാക്കാരെ വിളിച്ച് ഇനാഗുറേഷൻ ഒക്കെ കൊണ്ടുവരുന്നത് അത് ഈ ഹണി റോസും പിന്നെ ഇപ്പൊ ഞാൻ ഒരാളെ കാണിച്ചു തരാമേ. ഈ കുട്ടി കഴിഞ്ഞ മാസം ഡിസംബർ 22-ന് കൊച്ചിയിൽ ഒരിടത്ത് ഇനാഗുറേഷന് ഈ കുട്ടിയായിരുന്നു. കുറെ ആളുകൾ ഈ കുട്ടിയെ കാണാനും ചെല്ലും. ഏതാ കുട്ടിയെന്നൊന്ന് നോക്കിക്കേ. കൂടുതൽ ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. അപ്പം 22-ാം തീയതി ഇപ്പൊ ഈ കുട്ടി ഇല്ലായിരുന്നു, ഈ ഫീൽഡിൽ ഈ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ ഈ 22-ാം തീയതി കൊച്ചിയിലും നമ്മുടെ ഹണി ചേച്ചി തന്നെ വന്നേനെ.
ഈ കുട്ടിയെ കാണാനും ഒരുപാട് പുരുഷ ജനങ്ങളും സ്ത്രീജനങ്ങൾ കമ്മിയായിരിക്കും, പുരുഷ ജനങ്ങൾ ചാടി വീഴുവടെ. അത് അങ്ങനെയാണ്, അത് ഈ പ്രകൃതി അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചാടും. അപ്പൊ ഡിസംബർ 22 ഈ കുട്ടി കൊണ്ടുപോയി കൊച്ചിയിൽ. ഇനിയും വേറൊരു സാധനമുണ്ട്, അതായത് എന്നാണെന്ന് എനിക്ക് കറക്റ്റ്, ഡിസംബർ 23 അത് തലയോലപ്പറമ്പില് വേറൊരു സൂപ്പർ താരം വന്നിട്ടുണ്ട്. സൂപ്പർ താരത്തിന്റെ ഡാൻസ് ഒക്കെ കുറച്ച് വൈറലാണ്, ഒന്ന് നോക്കിക്കേ. ഇവിടെ ഞാൻ അങ്ങ് വോളിയം കുറയ്ക്കും കേട്ടോ ആ ഡാൻസിന്റെ. ഞാൻ വോളിയം വെച്ച് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓർത്തത് കോപ്പിറൈറ്റ് അടിക്കും. അപ്പൊ എന്തായാലും ഡാൻസ് കണ്ടല്ലോ, മറ്റേ മനസ്സിലായോ ആ പാട്ടൊക്കെയാണ്, അതൊക്കെ ഇട്ട് തുള്ളിച്ചാടുവാണ് കുറെ ചേട്ടന്മാരൊക്കെ. എന്റെ മോനെ പൊളി ഡാൻസ്. അപ്പൊ എന്തായാലും നമ്മുടെ ഹണി ചേച്ചിയോ അല്ലെങ്കിൽ ഈ അന്നക്കുട്ടിയൊക്കെ വരുമ്പോഴാണ് ചേട്ടന്മാർക്കൊക്കെ ഡാൻസ് കളിക്കാൻ അങ്ങോട്ട് മൂഡ് വരത്തുള്ളൂ. പിന്നെ ഇവരെ കൊണ്ടും ഡാൻസ് കളിപ്പിക്കും, മറ്റേ ശരീര വടിവൊക്കെ കണ്ടൊരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. കാശ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവര് കളിച്ചു കൊടുക്കൂടെ, അത്രേ ഉള്ളൂ. ഡാൻസ് കളിച്ചു കൊടുക്കും അങ്ങനെ. അപ്പം ഈ പരിപാടിയിലേക്ക് ഈ അന്നരാജനും മറ്റേ ചേച്ചിയൊക്കെ വന്നതിന് ശേഷം ഹണി ചേച്ചിക്ക് കുറച്ചൊരു ഇടിവ് വന്നു. അതുകൊണ്ട് തന്നെ ഇനാഗുറേഷനും ഇപ്പൊ ഇച്ചിരി കുറവ്. പ്രത്യേകിച്ച് ലൈം ലൈറ്റിൽ നിൽക്കാൻ ഇപ്പൊ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു പുതിയ സാധനം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കാൻ വേണ്ടിയിട്ടാണോ ചേച്ചി ഇപ്പൊ ഈ ഒരു സാധനം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നതാണ് എന്റെ ആദ്യത്തെ സംശയം. ഇല്ലെങ്കിൽ എവിടെയായിരുന്നു ഇത്രയും കാലവും, എവിടെയായിരുന്നു എന്റെ പ്രിയപ്പെട്ട സുന്ദരിയായിട്ടുള്ള മലയാളത്തിലെ എവർഗ്രീൻ ആക്ട്രസ് ആയിട്ടുള്ള, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനങ്ങ് പറയാം, ഇരിക്കട്ടെ, പിന്നെ ഒന്ന് സൂചിപ്പിച്ചു വിടാം. എവിടെ ഹണി ചേച്ചി, എവിടെയായിരുന്നു ചേച്ചി? എന്തായിരുന്നു അന്നൊന്നും വരാഞ്ഞത്? അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വീഡിയോകളും കൂടെ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. പക്ഷെ അത് ഞാൻ ഇവിടെ ഒന്നും വെക്കത്തില്ല കേട്ടോ. നീലക്കുലിന്ന് എനിക്ക് ക്ലിപ്പ് എടുത്ത് വെക്കാം, അതെനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് ജിങ്കിടി ആയതുകൊണ്ട്. പക്ഷെ വേറെ ചാനൽസിന്റെ എടുത്തു വെക്കാൻ ഇപ്പൊ ഇച്ചിരി പേടിയുണ്ട്. പ്രത്യേകിച്ച് യൂട്യൂബിൽ കിടക്കുന്ന കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്ന നമ്മുടെ ബോച്ചെ ഹണി ചേച്ചി രണ്ടുപേരും കൂടെ ഉള്ള 1-2 ഇനാഗുറേഷന്റെ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങളിത് കേട്ടാൽ മതി, വിശദമായിട്ടൊന്ന് ശ്രദ്ധയോടൊന്ന് കേൾക്കണം എന്താണ് ബോച്ചേണ്ണന്റെ വായിൽ നിന്ന് വരുന്നത്. ബോച്ചേണ്ണനുള്ളത് നമുക്ക് വഴിയെ കൊടുക്കാം, വെയിറ്റ് ചെയ്യും. ആദ്യമേ ഈ ചേച്ചി എന്തിനാണ് ഇപ്പൊ വന്ന് ഈ കലാപരിപാടി ഒപ്പിക്കുന്നതെന്നുള്ളൊരു സംശയം എല്ലാവർക്കും കാണുമല്ലോ. ഇനി ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി തരാം സംശയം. ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്തിനാ ഇപ്പൊ വന്നത്? നേരത്തെ എന്താ മിണ്ടായിരുന്നേ? വായിക്കാത്ത പഴമായിരുന്നു. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇതൊന്ന് കേട്ടു നോക്കിയേ. ഇനി ഫിറ്റ്നസിന്റെ പേര് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ കളിച്ച് ഫിറ്റ്നസ് ആവുക. എടേ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പ്ലേ ഫിറ്റ്നസ് എന്നെങ്ങാണ്ട് പറഞ്ഞൊരു ജിമ്മിന്റെ എങ്ങാണ്ട് ഉദ്ഘാടനമാണ്. പണ്ണം പറയുന്നത് പ്ലേ ഫിറ്റ്നസ്, കളിച്ച് മറ്റേ ഉണ്ടാക്കാൻ, മനസ്സിലായില്ലേ? അപ്പം അണ്ണന്റെ എപ്പോഴും ഇങ്ങനത്തെ ഒരു ഡബിൾ മീനിങ് ഉണ്ട്. പ്രത്യേകിച്ച് ഹണി ചേച്ചി നിൽക്കുന്ന സമയത്ത് അണ്ണന്റെ ഈ ഒരു ഹണി ചേച്ചി തന്നെ വേണമെന്നൊന്നും ഇല്ല, അണ്ണന് എല്ലായിടത്തും ഒരു ഡബിൾ മീനിങ് അടിയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നൊക്കെ അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കാനില്ല, ഉള്ളതാണ്. അണ്ണന്റെ ചില സമയത്തെ ആ വർത്താനം ഞാൻ ഇതിന് മുമ്പും വീഡിയോ ആയിട്ടുള്ളത്. അണ്ണന്റെ ചില സമയത്ത് ഈ ഒരു വർത്താനം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടില്ല. അവരത് ഇഷ്ടപ്പെടാതെ അവർക്ക് ഫീൽ ചെയ്യുന്നതിനകത്ത് നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല. ഇതിനകത്തൊക്കെ ഇപ്പൊ അണ്ണന്റെ തെറ്റ് തന്നെയാ. ഇപ്പൊ ഹണി റോസ് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഞാൻ ഈ ഹണി റോസ് കൊടുത്ത പരാതിയെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ അങ്ങനൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു സാധനം ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് ആകെ ഉള്ളൊരു ചോദ്യം, എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു? എന്തുകൊണ്ട് നേരത്തെ ഒന്നും ഹണി ചേച്ചി വാ തുറന്നില്ല? നേരത്തെ എത്ര നാളുകൾക്ക് മുമ്പുള്ള വീഡിയോ ആണെന്നറിയാം. ഞാൻ വേറൊരു വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാലും ഓർമ്മ, ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെ ഓർമ്മ. താങ്ക് യു ഫോർ ദ മെസ്സേജ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. മറ്റേ കുന്തി ദേവിയുടെ സാധനം നിങ്ങൾ മറന്ന് കാണില്ലായിരിക്കും അല്ലേ? ഹണി റോസിനെ കാണുമ്പോൾ ബോച്ചേണന് കുന്തി ദേവിയാണ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ അന്നൊക്കെ ഹണി ചേച്ചി നിങ്ങൾ അറിഞ്ഞില്ലേ? കമന്റ് ബോക്സിലൊക്കെ നല്ല നിങ്ങളെ ഊക്കുന്നുണ്ടായിരുന്നു. ബോച്ചേണനും കൊടുക്കുന്നുണ്ട് ഡബിൾ മീനിങ്ങിന്റെ സീനിൽ. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് വാതിറക്കുന്നില്ല എന്നുള്ളത്.
അപ്പൊ അന്നൊന്നും വാ തുറന്നില്ലേ? അന്നൊന്നും നിങ്ങളുടെ കൂട്ടുകാരുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒന്നും ചോദിച്ചില്ലേ എന്താ ഹണി വാ തുറക്കാത്തോ എന്നുള്ളത്? ഇപ്പോഴാണോ ചോദിച്ചത്? അന്നേ ഇത് തുറന്ന് പറയണമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഈ കാണിച്ചാണൊക്കെ എഴുതിയിടണമായിരുന്നു. അന്നൊന്നും മിണ്ടിയില്ല. ഇന്നിപ്പോ ഇത് വന്ന് ഈ തുറന്നടിക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലായത് ഇന്ന് പ്രത്യേകിച്ച് വേറെ പണിയും കുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് അന്ന് ലൈം ലൈറ്റ് പിടിച്ചിരിക്കണം, അതിനുവേണ്ടി ഇട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവർ പറഞ്ഞ കാര്യമില്ലാത്തൊന്നുമല്ല, നേരത്തെ പറയാമായിരുന്നു. പിന്നെ ബോച്ചേണ്ണന്റെ ഈ ഒരു പരിപാടി, നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാ രീതിയിലും അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ ഈ കൊണച്ച മറ്റേ ഡബിൾ മീനിങ് സാധനം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഒരു വേദിയിലൊക്കെ നിന്നിട്ട് ഒരുമാതിരി കൊണ അടിക്കുന്നത്, പിന്നെ ഇന്റർവ്യൂകളിൽ കയറി ഇരുന്നിട്ടുള്ള അടിച്ചോളൂ, അടിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടെണ്ണ. 10 സ്ത്രീകൾ കേൾക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് അവരുടെ മറ്റേ കുന്തി ദേവി അല്ല ഹിന്ദി ദേവി ഇതൊക്കെ പറയുന്നതിനകത്തുണ്ടല്ലോ ഒരു രീതിയിലും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. തന്റെ ഭാര്യയെ പറ്റി 10 പേര് മാറിയിരുന്ന് ഈ ഒരു വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുമല്ലോ നമ്മുടെ ബോച്ചേണ്ണ. നിങ്ങളുടെ ഭാര്യ കുന്തി ദേവിയെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമോ എനിക്ക്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, പെടത്തില്ലല്ലോ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹണി റോസ് ആണ്. നാട്ടുകാർ പലതും പറയും ഇന്റർവ്യൂ മറ്റേ എന്താണ് ഇനാഗുറേഷൻ ഈ ഹണി റോസ് അല്ലെങ്കിൽ നമ്മുടെ എന്താ അയ്യോ അവരുടെ പേര് ഞാൻ മറന്നുപോയല്ലേ, മറ്റേ നേരത്തെ കാണിച്ചില്ല ആ വീഡിയോയിലുള്ള ലിച്ചി ഇവരൊക്കെ വരുമ്പോ ഇവരെ ഇട്ട് പല പരിപാടി കാശ് കൊടുത്തിട്ടാണ് ഇവർ കിടന്ന് തുള്ളിച്ചാടുന്നതും എക്സ്പോസ് ചെയ്യുന്നതും. എന്ന് വെച്ചിട്ട് ഒരു ലിമിറ്റിനപ്പുറം അവരെ മറ്റേ നീയൊക്കെ നമ്മളെല്ലാരും കണ്ട് തൂക്കുന്നില്ലേടേ. പിന്നെ അവരെ പറ്റി പോയി ഇരുന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പറയും, ജനങ്ങൾ പറയും, പുറത്തിരുന്ന് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരെ ചെവി പറയും. പക്ഷെ അണ്ണം കാണിക്കുന്ന കണക്ക് മൈക്ക് കിട്ടിക്കഴിയുമ്പം കുന്തി ദേവിയുടെ ഇത് ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അണ്ണ, ഒരു രീതിയിൽ യോജിക്കാൻ വയ്യ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം അങ്ങോട്ട് പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.